നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെവ്കോ LDC മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 7ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. ഇത്രയും ദിവസം നമ്മൾ കെമിസ്ട്രിയാണ് ഓർഡറിൽ പഠിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കെമിസ്ട്രിയിലെ കുറേയധികം പോർഷൻസുകൾ നമ്മൾ ക്ലാസ് എടുത്തിട്ട് കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മളതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടന്നിരിക്കുകയാണ്. കഥാപാത്രങ്ങൾ, കൃതികൾ. മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എല്ലാ പരീക്ഷയിൽ നിന്നും ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടാകാതെ ചോദ്യപേപ്പർ കടന്നു പോകാറില്ല. അപ്പോൾ PSC എപ്പോഴും റിപ്പീറ്റഡായി ചോദിക്കുന്ന കുറേയധികം കഥാപാത്രങ്ങളും കൃതികളുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഈ ഭാഗത്തു നിന്ന് മാർക്ക് ഷുവറാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. രണ്ടാം ഊഴം എപ്പോഴും ചോദിക്കുന്നതാണ്. രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ഭീമൻ എന്ന് പറയുന്നത്. രണ്ടാം ഊഴം ആരുടേതാണ്? MT വാസുദേവൻ നായരുടെ കൃതിയാണ് രണ്ടാം ഊഴം. ഈ രണ്ടാം ഊഴത്തിലെ പ്രധാന കഥാപാത്രമാണ് ഭീമൻ എന്ന് പറയുന്നത്. അടുത്തത് കാലം. കാലം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് സേതുവും സുമിത്രയും. ഇതിൽ ഒരു കൃതി തന്നിട്ട് ആ കൃതിയിൽ പെടാത്ത കഥാപാത്രങ്ങൾ ഏത്, ആ രീതിയിലും ചോദ്യം ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഏറ്റവും റിപ്പീറ്റായി ചോദിക്കുന്ന PYQ ആണ് ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബുക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് എഴുതിയെടുത്തുകൊള്ളുക. കാലത്തിലെ കഥാപാത്രങ്ങളാണ് സേതുവും സുമിത്ര. ഇതിൻ്റെ എക്സാം രാത്രി നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നൽകുന്നതായിരിക്കും. അടുത്തത് കടൽ തീരത്ത്. കടൽ തീരത്ത് എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. OV വിജയൻ്റെ ചെറുകഥയാണ് ഈ കടൽ തീരത്ത്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ്റെ ചെറുകഥ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? വെള്ളായിയപ്പനാണ് കടൽ തീരത്ത്. ഏത് കൃതിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കടൽ തീരത്ത്. കടൽ തീരത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. എഴുതിയത് ആരാണെന്നും പഠിച്ചിരിക്കുക. OV വിജയനാണ്. നാലുകെട്ട്. നാലുകെട്ടിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അപ്പുണ്ണിയും കോന്തുണ്ണിയും. അപ്പുണ്ണിയും കോന്തുണ്ണി. നാലുകെട്ട് എന്ന് പറയുമ്പോൾ എന്താ, വീടിനെയാണ് നമ്മൾ നാലുകെട്ട്. അപ്പോൾ അവിടുത്തെ രണ്ട് കുട്ടികളാണ് എന്ന് ഓർത്തിരിക്കുക, അപ്പുണ്ണി, കോന്തുണ്ണി. നാലുകെട്ടും ആരുടേത് തന്നെയാണ്? MT വാസുദേവൻ നായരുടേതാണ് നാലുകെട്ട്. അടുത്തത് ഓടയിൽ നിന്ന്. ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര് എന്ന് പറയുന്നത്? പപ്പു. പപ്പു ആണ് ഓടയിൽ നിന്നിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. അടുത്തത് ഇനി ഞാൻ ഉറങ്ങട്ടെ. കർണൻ. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി PK ബാലകൃഷ്ണൻ രചിച്ച കൃതി ഏതാണെന്നും എന്ത് ചെയ്യാറുണ്ട്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. വേറൊരു വിധത്തിൽ ചോദിച്ചാൽ ഇനി ഞാൻ ഉറങ്ങട്ടയിലെ കേന്ദ്ര കഥാപാത്രം കർണൻ, അല്ലെങ്കിൽ കർണനെ കേന്ദ്ര കഥാപാത്രം ആക്കിയിട്ട് PK ബാലകൃഷ്ണൻ രചിച്ച കൃതി ചോദിക്കും. അല്ലെങ്കിൽ കർണൻ ഏത് കൃതിയിലെ കേന്ദ്ര കഥാപാത്രമാണ്, ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്തത് മഞ്ഞ്. മഞ്ഞിലെ കഥാപാത്രങ്ങളാണ് വിമലയും അമർസിംഗും. വിമല, അമർസിംഗ് മഞ്ഞിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ്. ദുരവസ്ഥ. ദുരവസ്ഥയിലെ കഥാപാത്രങ്ങളാണ് സാവിത്രിയും ചാത്തനും. ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സാവിത്രി, ചാത്തൻ. ബാല്യകാലസഖി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖിയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സുഹ്റയും മജീദും. സുഹ്റയും മജീദുമാണ് ബാല്യകാലസഖിയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. എഗെയിൻ അസുരവിത്ത് MTയുടേതാണ്. അസുരവിത്ത് MTയുടേതാണ്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി ഏതിലെ കഥാപാത്രങ്ങളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതിനേതാണ്? അസുരവിത്ത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ചോദിക്കും. രവി. രവി, അപ്പുക്കിളി. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും അതിനകത്തുണ്ട്. അള്ളാപ്പിച്ച മൊല്ലാക്ക. അള്ളാപ്പിച്ച മൊല്ലാക്ക, മൈമൂന. ഇതൊക്കെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പറയുന്നത് രവി, അപ്പുക്കിളി, അള്ളാപ്പിച്ച മൊല്ലാക്ക. ഈ എക്സ്ട്രാ പറയുന്ന പോയിന്റുകൾ എന്ത് ചെയ്യുക, ബുക്കിനകത്ത് എഴുതിയെടുക്കുക. മൈമൂന തുടങ്ങിയവ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഒരു ദേശത്തിൻ്റെ കഥ. ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമാണ് ശ്രീധരൻ. ശ്രീധരനാണ് ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രൻ. പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ശ്രീധരൻ. അതുപോലെ മറ്റ് കഥാപാത്രങ്ങളുണ്ട്. ചേനക്കോത്ത് കൃഷ്ണൻ മാസ്റ്റർ, കുഞ്ഞാപ്പു. ഇതൊക്കെ ഒരു ദേശത്തിൻ്റെ കഥയിലെ മറ്റ് കഥാപാത്രങ്ങളാണ്. എന്നാൽ അതേസമയം ഒരു തെരുവിൻ്റെ കഥ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ഒരു തെരുവിൻ്റെ കഥ നിങ്ങൾ എക്സ്ട്രാ എഴുതിയെടുത്തുകൊള്ളുക. ഓമഞ്ചി. ഓമഞ്ചി, കൂനൻ കണാരൻ, ആനപ്പാപ്പൻ അപ്പുനായർ,
ഇറച്ചിക്കണ്ടം മൊയ്തീൻ ഇതൊക്കെ ഒരു തെരുവിൻ്റെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. അപ്പോൾ തെരുവിൻ്റെ കഥയും ദേശത്തിൻ്റെ കഥയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓമഞ്ചി, കൂനൻ കണാരൻ, ആനപ്പാപ്പാൻ അപ്പുനായറൊക്കെ തെരുവിൻ്റെ കഥയാണ്. ശ്രീധരൻ, ചേനക്കൂത്ത് കൃഷ്ണൻ മാസ്റ്റർ, കുഞ്ഞാപ്പു ഒക്കെ ഒരു ദേശത്തിൻ്റെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് മതിലുകൾ. മതിലുകൾ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? മതിലുകൾ ബഷീറും നാരായണിയുമാണ്. മതിലുകൾ ബഷീറും നാരായണിയുമാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സിനിമയിലൊക്കെ ഈ ബഷീർ നാരായണി എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരിക്കും. അടുത്തത് രണ്ടിടങ്ങഴി. രണ്ടിടങ്ങഴിയിലേതാരാണ്? കോരൻ. കോരനാണ് രണ്ടിടങ്ങഴി എന്ന് പറയുന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത്. ദെൻ കരുണ. കരുണ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് വാസവദത്ത. വാസവദത്ത കരുണയാണ്. അലാഹയുടെ പെൺമക്കൾ കോക്കാഞ്ചിറ മറിയം. അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് കോക്കാഞ്ചിറ മറിയം. PC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളും കൃതികളും നിങ്ങൾ ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും കൃതികളുമാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചെണ്ണവും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്ട്രാ എഴുതിയെടുത്തുകൊള്ളുക. ഇതിൻ്റെ എക്സാം നമുക്ക് രാത്രി ടെലിഗ്രാം ചാനലിൽ കാണും കേട്ടോ. വിഷകന്യക എന്ന കൃതിയിലെ കഥാപാത്രമാണ് അന്തോണി. അന്തോണി എന്ന് പറയുന്നത് വിഷകന്യക എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ്. അഴകനും പൂവാലിയും, രണ്ടു മത്സ്യങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് അഴകനും പൂവാലിയും. അഴകനും പൂവാലി എന്ന് പറയുന്നത് രണ്ടു മത്സ്യങ്ങളിലെ കഥാപാത്രമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ലീല മദനൻ ഏതിലേതാണ്? ലീല എന്ന കൃതിയിലേതാണ്. ലീല ആശാൻ്റെ അല്ലേ? ലീല മദനൻ ലീലയിലെ കഥാപാത്രങ്ങളാണ്. മാതങ്കി ആനന്ദൻ ചണ്ടാല പിശുകിയിലെ കഥാപാത്രങ്ങളാണ് മാതങ്കിയും ആനന്ദനും. കരുണ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. കരുണയിലെ കഥാപാത്രം ഏതാണ്? വാസവദത്തയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ ഹ്യുഗ്യുറ്റ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രമാണ് ഗീവർഗീസ് അച്ഛൻ ഏത് കൃതിയിലേതാണ്? ഹ്യുഗ്യുറ്റ എന്ന് പറയുന്ന കൃതിയിലേതാണ്. ക്ലിയർ ആണല്ലോ? PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും കൃതികളുമാണ് നമ്മൾ പഠിച്ചിരിക്കുക. ഇതിൽ നിന്ന് 1 മാർക്ക് ഷുവറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് 100 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ മെമ്പർ ആവുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം. Thank you.